ഒത്തിരി ലേറ്റായിട്ടുള്ള ഈ പോക്കറ്റ് എങ്ങോട്ടാന്നല്ലേ? ഞങ്ങൾ പാലക്കാട് നിന്ന് തിരുവിലാമലയിലേക്ക്. എൻ്റെ നാത്തൂൻ്റെ വീടാണ് തിരുവിലാമലയിൽ കേട്ടോ. സോ ഞങ്ങൾ അവിടെ ചെന്നു. ഒത്തിരി കറങ്ങി തിരിഞ്ഞ് 2 മണിക്കൂർ ലേറ്റ് ആയിട്ടോ. നേരെയുള്ള വഴി ബ്ലോക്കായതിനാൽ കറങ്ങി തിരിഞ്ഞാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത്. ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇത് കണ്ടില്ലേ? ജനലിൻ്റെ അകത്ത് കൂടെ സിയാമോളും ഷോണുട്ടിനെ തല മാത്രം. സോ അവർക്ക് ഡോറ് തുറക്കാൻ എത്താത്തതിൻ്റെ പരിഭവവും പരാതികളും കേട്ടോ. ഡോർ എത്തത്തില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മേനെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ചിഞ്ചു, അതായത് എൻ്റെ നാത്ത്, ഡോറൊക്കെ ഓപ്പൺ ആക്കി കേട്ടോ. നമ്മൾ പറയാണ്ടാണ് ചെന്നത്. അവിടെ സർപ്രൈസൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ചെന്നതാണ് കേട്ടോ. സോ എന്തായാലും അവൾ ഓടി ചെന്ന് നമ്മുടെ ആദംകുട്ടനെ എടുത്തു കേട്ടോ. സോ ഞാനാണെങ്കിൽ പയ്യെ സിയാമോളെ എടുക്കാനുള്ള തന്ത്രപ്പാടൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഒരു ക്യാമറയൊക്കെ കയ്യിൽ നിന്നൊക്കെ മാറ്റി പിടിച്ച് വേണമല്ലോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ അമ്മയുണ്ടായിരുന്നു. മമ്മിയാണെങ്കിൽ വാങ്ങിയ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി അടുക്കളയിൽ വെച്ചു. അവിടുത്തെ അമ്മയാട്ടോ, അതായത് അവളുടെ മദറിലോ, അമ്മായിയമ്മ. ഓക്കെ. സോ നമ്മുടെ ആദംകുട്ടനാണെങ്കിൽ സിയാമോളെ മടിയിലൊക്കെ ഇരുത്തി ഭയങ്കര കൊഞ്ചിക്കില്ല കേട്ടോ. സിയാമോളെന്ന് പറഞ്ഞവന് ജീവന, കാരണം അവൻ്റെ ഇളയതല്ലേ. ഇളയവരെയൊക്കെ ഭയങ്കര കാര്യമാണ്. അവൻ വലിയ ചേട്ടൻ താതയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. നമ്മൾ വാങ്ങിയൊരു ചെറിയൊരു മിഠായി ഉണ്ടായിരുന്നു, അതൊക്കെ അവൾക്ക് കൊടുത്ത് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. നമ്മളത് കഴിഞ്ഞ് കോഫിയൊക്കെ കുടിക്കുകയാണ്. അവിടുന്ന് പുറത്തിറങ്ങി കേട്ടോ. നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്ന് ചായയൊക്കെ കുടിക്കുകയായിരുന്നു കേട്ടോ. സോ ഞാൻ സിയാമോളുടെ അടുത്ത് നിന്ന് ഒരു ബിസ്ക്കറ്റിൻ്റെ കുറച്ച് കടിച്ചു വാങ്ങി. കുട്ടി നല്ല സ്നേഹത്തോട് തന്നെ കൊണ്ടുത്തന്നു കേട്ടോ. അവളങ്ങനെ കൊടുക്കാനൊന്നും മടിയുള്ള കുട്ടിയല്ല. അതാർക്കും അവിടെ അങ്ങനെ കൊടുക്കാനോ ഒന്നും മടിയില്ല കേട്ടോ. നമ്മുടെ ഷോണാണേലും സിയാണേലും ആർക്കും മടിയൊന്നുമില്ല. അളിയനാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അതാ നമ്മുടെ ചിഞ്ചു ആണെങ്കിൽ നല്ല എഗ് ബിരിയാണി, നല്ല അടിപൊളി എഗ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ കാര്യം കുക്കറിലൊക്കെ ഉണ്ടാക്കി, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ മസാലയും കാര്യങ്ങളും ചേരുവകളൊക്കെ ചേർന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഇതാ കുട്ടികളാണെങ്കിൽ കാറും കൊണ്ട് വന്ന് അവർക്ക് ഗിഫ്റ്റ് കിട്ടി. അവർക്ക് അവരുടെ കസിൻ കൊടുത്ത് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാറൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. പക്ഷെ കാർ ഓടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന കണ്ട് നല്ല അതിശയം തോന്നും കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട്. പിള്ളേർക്കൊക്കെ ഇച്ചിരി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാറൊക്കെ ആയിരുന്നു കേട്ടോ. സോ ഞങ്ങളാണെങ്കിൽ ഫുഡൊക്കെ സെർവ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ച് കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ കിടന്നിട്ട് ഷോണിൻ്റെ സ്കൂളിലേക്കും സിയാമോൾ അംഗൻവാടിയിലേക്കും, ചിഞ്ചു ആണെങ്കിൽ ജോലിക്കും, അളിയനാണെങ്കിൽ അളിയൻ്റെ ജോലിയിലേക്കൊക്കെ എല്ലാവരും എല്ലാ വഴിയും തിരിഞ്ഞു. അമ്മ മാത്രം തനിച്ചായിട്ടോ. ഞങ്ങളാണ് അമ്മയോട് ടാറ്റ പറഞ്ഞ് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ആദംകുട്ടനൊരു ഹെൽമെറ്റ് വാങ്ങണമായിരുന്നു. ആദംകുട്ടന് മാത്രമല്ല പപ്പയ്ക്ക് ഒരു ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ കയറി. ഹെൽമെറ്റ് കടയിലൊക്കെ കയറി ഹെൽമെറ്റൊക്കെ അവന് പാകമായത് വാങ്ങി കേട്ടോ. നമ്മളിവിടെ പോണേലും സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ബൈക്കിനൊക്കെ പോകുമ്പോൾ ആദംകുട്ടന് ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ.